നല്ലൊരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് തിരുമല പ്രാരം പൊറ്റയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 3.5 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 4 BHK കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് അവർ ഇട്ടിട്ടുണ്ട്. ഇത് പോയിട്ട് നമ്മൾ നല്ലൊരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും പോയിട്ട് നമ്മുടെ 2ഓളം 2 വീലർ പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്ക് കിണറാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ഒരു പവർ പ്ലഗ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗ്യാസ് ഒക്കെ പുറമെ വെക്കുന്നതിനുള്ള ഒരു ഗ്യാസ് സ്റ്റോറേജ് അവിടെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് തേക്കിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ഡബിൾ ഡോറാണ് ഫ്രണ്ട് ഡോറായിട്ട് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹാൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ നല്ല രീതിയിലുള്ള 2 ജനാലകൾ, അത്യാവശ്യം വലിപ്പമുള്ള 2 ജനാലകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഹാളിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു TV യൂണിറ്റ് തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിന്റെ ബാക്കിലായിട്ട് നല്ല രീതിയിലുള്ള ടെസ്റ്റർ വർക്കുകൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റിന്റെ സൈഡിലൊക്കെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാളിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള സെൽഫ് റാക്ക്, ഡൈനിങ് ഏരിയയിലോട്ട് തിരിയുന്നതിൻ്റെ അവിടെ നല്ല രീതിയിലുള്ള സെൽഫ് റാക്ക് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. നൂതന മോഡലിലുള്ള വാഷ് ബേസിൻ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഷ് ബേസിന്റെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നൂതന മോഡലിലുള്ള ഓപ്പൺ കിച്ചൺ ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ പ്ലഗ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലും നൂതന മോഡലിലുമുള്ള കബോർഡ് വർക്കുകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കബോർഡിനെല്ലാം നല്ല രീതിയിലുള്ള ക്രീം ഷെയ്ഡ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സിങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂതന മോഡലുള്ള സിങ്കാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നൂതന മോഡലുള്ള പല ഫെസിലിറ്റീസുകളും ഈ സിങ്കിൽ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ഫെസിലിറ്റീസുകളും നമുക്ക് ഈ സിങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ രീതിയിലുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. ഈ വർക്ക് ഏരിയയുടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു നനകല്ല് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ തുണികളൊക്കെ നനയ്ക്കുന്നതിനായിട്ടുള്ള ഒരു നനകല്ല് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഈ സൈഡിലായിട്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനൊക്കെയുള്ള ഒരു സ്റ്റഡി ടേബിൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിനും കമ്പ്യൂട്ടറൊക്കെ കണക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ്, നമ്മളെ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാൾഡ്രോപ്പിന് അകത്തായിട്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നൂതന മോഡലിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബെഡ്റൂമിന്റെ ഒരു ചുവരിലായിട്ട് നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലെ 2 ജനാലകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ ടൂത്ത് പേസ്റ്റ്, ബാക്കി ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്പെൻസർ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നൂതന മോഡലിലുള്ള ഒരു ഡിസ്പെൻസർ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നല്ല രീതിയിലുള്ള പ്ലംബിംഗ് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ വീടിന്റെ ഹാൻഡ് റെയിൽ നല്ല രീതിയിലുള്ള വുഡ് ഫിനിഷിലുള്ള ഹാൻഡ് റെയിലാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റെയറിന്റെ ഈ സൈഡിലായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാല നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡിൽ സ്റ്റെയർ വരുന്നതിന്റെ ഈ സൈഡിൽ തന്നെ നമുക്ക് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യാനുള്ള ഒരു പവർ ഫ്ലഗും പൈപ്പ് ലൈനും വേസ്റ്റ് വാട്ടർ പോകുന്നതിനുള്ള ലൈനും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ പുറത്തോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ബാൽക്കണി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിൽ അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലാണ് ഇവരിവിടെ ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിനും കമ്പ്യൂട്ടറൊക്കെ വെക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ടേബിൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർഡ്രോബ് തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബിന്റെ അകത്തായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ബെഡ്റൂമിന്റെ ഒരു ചുവരിലായിട്ട് നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകൾ സീലിംഗ് വരെയും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 ജനാലകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ്, നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വാർഡ്രോബ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വലിപ്പത്തിലുള്ള വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബിനകത്തായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ വാട്ടർ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് 1000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് സ്ഥിതി ചെയ്യുന്ന ഇത്രയും നല്ലൊരു വീടിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 72 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.